മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2204 ഖണ്ഡികയിൽ ക്രൈസ്തവ കുടുംബങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: കുടുംബത്തിന് മടിയിൽ മാതാപിതാക്കൾ വാക്കുകൊണ്ടും മാതൃക കൊണ്ടും തങ്ങളുടെ മക്കൾക്ക് വിശ്വാസത്തിന്റെ ആദ്യ സന്ദേശവാഹകരാകുന്നു. ദൈവഭക്തരായ സന്തതികളെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്ന ദൈവ തിരുമനസ്സിന് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ജയ്പൂർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള സുസമ്മ ജോയ് ദമ്പതികളുടെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലൈനി. ഞാൻ ജയ്പൂരിൽ 25 വർഷമായിട്ട് കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും അത് മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോയി. ഞാൻ 46 വർഷമായി ജയ്പൂരിൽ താമസിക്കുന്നു. ഞാൻ നാട്ടിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിഗിരി ഇടവകാംഗമാണ്. ഇവിടെ റിട്ടയർഡ് പേഴ്സണായി എൻ്റെ ജീവിത പങ്കാളിയും 2 മക്കളും 2 കൊച്ചുമക്കളുമായി ദൈവകൃപയാൽ സുഖമായി കഴിയുന്നു. എൻ്റെ പേര് സൂസമ്മ. നാട്ടിൽ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ചിറ്റാറാണ് എൻ്റെ സ്ഥലം. ഞാൻ റിട്ടയർഡ് നേഴ്സാണ്. 36 വർഷം നഴ്സായിട്ട് ജോലി ചെയ്തു. എൻ്റെ പേര് ജോമോൻ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ചെറുപ്പം മുതലേ ജയ്പൂരിൽ തന്നെയാണ്. എൻ്റെ പേര് സിമ്മി. ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ 2 മക്കൾ ജോഹാൻ, കാരലിൻ. ചേച്ചി 46 വർഷമായിട്ട് ജയ്പൂരിലുണ്ട്. അതിനകത്ത് 36 വർഷം ചേച്ചി ജോലി ചെയ്തു. ചേച്ചിയുടെ നഴ്സിംഗ് പഠനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ലൈനി, എൻ്റെ നേഴ്സിങ്ങിൻ്റെ പഠനത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് നേഴ്സിങ്ങിന് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. നേഴ്സിങ്ങിനെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തുമില്ലായിരുന്നു. പിന്നെ നേഴ്സിംഗ് ലൈനിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് ഇവിടെ ഗവൺമെന്റിൽ ഈസി ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. കാരണം ഇവിടെ ഉള്ളൊരു വളരെ കുറച്ച് ആ സമയത്തൊക്കെ നേഴ്സിംഗ് ലൈനിൽ ജോലി ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് നേഴ്സിങ്ങിന് വന്നത്. നേഴ്സിംഗ് പഠനത്തിന് വന്ന സമയത്തെ കാര്യം പറഞ്ഞാൽ അതുവരെ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പള്ളിയോ അച്ഛനോ അതൊന്നും ഇല്ല. നമുക്ക് സൺഡേ മൺഡേ എല്ലാം ഇവിടെ ഒരുപോലാണ്. നമുക്ക് കുർബാനയ്ക്ക് സംബന്ധിക്കാനോ കുർബാന സ്വീകരിക്കാനോ ഉള്ള യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷ. ഇവിടെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. നമുക്കൊട്ടും മനസ്സിലാകത്തുമില്ല, സംസാരിക്കാനും പറ്റത്തില്ല, ആ ഒരു രീതി. പിന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എനിക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ചോറും മീനും ഒക്കെ ഉള്ള കഴിക്കുന്ന ഒരു സമയമാണല്ലോ. ഇവിടെ ചപ്പാത്തിയും പരിപ്പ് കറിയും അതും തേങ്ങ അരയ്ക്കാത്ത കൂട്ടാന്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചപ്പാത്തികളൊക്കെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാക്കണം. അന്നത്തെ സമയത്തൊന്നും നമ്മുടെ നാട്ടിൽ ചപ്പാത്തി ഒന്നും ഇല്ല. അങ്ങനെ ഒരു രീതി. പിന്നെ കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടെ മഴയെന്ന് പറയുന്നതില്ല. ചൂട്, ഭയങ്കര ചൂട്. തണുപ്പാണേലും അതുപോലെ തണുപ്പ്. ഒരു വരണ്ട കാലാവസ്ഥ. എപ്പോഴും ചൂട്, കാറ്റടിച്ച് പൊടിയൊക്കെ പറക്കുന്ന ഒരു ഇത്. അങ്ങനെ നമുക്ക് മനസ്സിന് ഒട്ടും ഒരു സന്തോഷമില്ലാത്ത ഒരു സമയം. അങ്ങനത്തെ സമയത്ത് ചേച്ചിക്ക് പഠിത്തം നിർത്തി തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴും അവിടുത്തെ അതിനേക്കാൾ നില അവിടുത്തെ വളരെ ദയനീയമായ ഒരവസ്ഥ. അവിടെ പലതരത്തിലുള്ള പേഷ്യന്റ് വരുന്നുണ്ട്. ഓപ്പറേഷൻ കേസ് അങ്ങനെ കിടന്ന് അത് നിലവിളിക്കുന്നു. ആക്സിഡന്റ് ആയി വരുന്ന കേസ്, അങ്ങനെ അംഗവൈകല്യപ്പെട്ട. പഠിക്കുന്ന സമയത്ത് ചേച്ചി എല്ലാവർക്കും അങ്ങനെയാണ്, എല്ലാവർക്കും ഒരു പേടിയാണ്. ഹോസ്പിറ്റലിൽ ഒന്നും കണ്ടില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പൊ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സീരിയസ് പേഷ്യന്റ്, ചിലർ മരിക്കുന്നു, അവരുടെ ബന്ധുക്കളുടെ നിലവിളിയൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ മുഖവും ആ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കണം. അപ്പം നമുക്ക് ഒന്ന് ആഹാരം ശരിക്കും കഴിക്കാനോ ഉറങ്ങാനോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റുന്നില്ല. വളരെ നമുക്ക് വേദനാജനകമായ ഒരു അന്തരീക്ഷം. അപ്പം ഞാൻ ഓർത്ത് ഇത് നഴ്സിങ്ങിന് വന്നത് വളരെ തെറ്റായി പോയി, ഇതിന് വരണ്ടില്ലായിരുന്നു എന്ന് തിരിച്ചു പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ജെറമിയ 29:11 പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. ആ പദ്ധതി അനുസരിച്ചാണ് ഞാൻ ഈ ട്രെയിനിങ് പൂർത്തിയാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ചേച്ചിയുടെ ജോലി മേഖലയിൽ ഈശോയെ പകർന്നു കൊടുക്കാൻ ചേച്ചിക്ക് എങ്ങനെയാണ് സാധിച്ചിരുന്നത്? ലൈനി ആ കാര്യം പറഞ്ഞാൽ ഞാനൊരു ഹെൽത്ത് സെന്ററിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാൽ പേഷ്യന്റിന്റെ വലിയ തിരക്കൊന്നുമില്ല. അതിന് കാരണം സീരിയസ് പേഷ്യന്റ് വന്നൊന്നും അവിടെ അഡ്മിറ്റ് ചെയ്യുകയോ ട്രീറ്റ്മെന്റ് ചെയ്യുവാറോ ഇല്ല. അതിന് തക്കുള്ള സൗകര്യമില്ല. അങ്ങനത്തെ പേഷ്യന്റ് വരിക അങ്ങ് റെഫർ ആക്കി വിടത്തേ ഉള്ളൂ. പിന്നെ സാധാരണയായിട്ടുള്ള പേഷ്യന്റ് വരും, അവരെ നമ്മൾ ചികിത്സിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം കിട്ടും വരുന്ന പേഷ്യന്റിനോട് കൂടുതലായിട്ട് സംസാരിക്കാനും അവരുടെ സുഖദുഃഖങ്ങളെ പറ്റി അറിയാനും അവരുടെ ജീവിതങ്ങളെ പറ്റി അറിയാനും ഒക്കെ നമുക്ക് ഒത്തിരി സമയം കിട്ടുമായിരുന്നു. അവരിനോട് നമ്മൾ കൂടുതൽ സംസാരിക്കാതെ വിവരങ്ങൾ തിരക്കുമായിരുന്നു. ഇനി അന്നത്തെ സമയത്ത് അന്ധവിശ്വാസം അനാചാരങ്ങളൊക്കെ ഒത്തിരി ഉള്ള സമയമായിരുന്നു ഇവിടെ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമൊന്നും വന്നാൽ പെട്ടെന്നൊന്നും അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. അവരുടെ വിചാരം ഭഗവാന്റെ കോപം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ്. അതുകൊണ്ട് അവർ വീട്ടില് അവരുടേതായ ചികിത്സകളൊക്കെ നടത്തും. അങ്ങനെ പേഷ്യന്റ് ഒത്തിരി സീരിയസ് ആകുകയും അവരുടെ ജീവൻ തന്നെ അപകടത്തിലൊക്കെ ആകാറുണ്ട്. അപ്പൊ ഈ വരുന്ന പേഷ്യന്റിനോട് നമ്മൾ ഇതേപ്പറ്റി അവർ മനസ്സിലാക്കും. ഇത് കോപം കൊണ്ടൊന്നും വരുന്നതല്ല, ഈ അസുഖം ഈ കാരണം കൊണ്ടാണ് വരുന്നത്, ഈ അസുഖം ഈ കാരണം കൊണ്ടാണ് വരുന്നത്, അതിന് നമുക്ക് ഈ മരുന്ന് എടുക്കണം. അതുകൊണ്ട് അസുഖം വന്നാൽ ഉടനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണിച്ച് മരുന്നെടുക്കണം. പല അസുഖങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാതും അറിയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന്. അതുകൊണ്ട് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യിക്കണം. മരുന്നെടുത്ത് കുറവില്ലെങ്കിൽ രണ്ടാമത് കാണിക്കാൻ വരണം എന്നൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസം സ്ത്രീകൾക്കാണ് കൂടുതൽ. അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാവില്ല, ഇവിടെ വിദ്യാഭ്യാസ നിരക്ക് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കാറില്ലായിരുന്നു. അവരുടെ വിചാരം പെൺകുഞ്ഞുങ്ങൾ അടുക്കള പണി ചെയ്യേണ്ടതല്ലേ, അപ്പൊ അവരെ എന്തിനാ കൂടുതൽ പഠിപ്പിക്കുന്നത് എന്നുള്ള വിചാരമായിരുന്നു. അതുകൊണ്ട് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കും, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, പെൺകുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, ആണും പെണ്ണും ഒരുപോണാണ്. ഞാൻ അവർക്ക് എന്നെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് എൻ്റെ മാതാപിതാക്കള് എന്നെ പഠിപ്പിച്ചിട്ടല്ലേ ഞാൻ എന്ത് സന്തോഷമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്ത് താമസിക്കുന്നു. അതുപോലെ എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും പറയും, പെൺകുഞ്ഞുങ്ങൾക്കും കഴിയും. ഞാൻ ഇന്ദിരാഗാന്ധിയെ പറ്റിയും പറഞ്ഞു. അവർ സ്ത്രീയല്ലേ, അവരെ പഠിപ്പിച്ചിട്ടല്ലേ, അവര് നമ്മുടെ ദേശം ഭരിച്ചതല്ലേ. അപ്പം പെൺകുഞ്ഞുങ്ങൾക്കും ഒരു ഭാവിയുണ്ട്. അവർ ആൺകുഞ്ഞുങ്ങളുടെ കൂട്ട് നല്ലപോലെ പഠിച്ചൊരു നിലയിലെത്തും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ പഠിപ്പിക്കാതിരിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ അങ്ങ് കല്യാണം കഴിപ്പിക്കും. ശൈശവ വിവാഹം ഒന്നും ഒരുപാട് നടന്ന സമയമായിരുന്നു ഇവിടൊക്കെ. അപ്പൊ നമ്മൾ അത് 3, 4, 5 കുഞ്ഞുങ്ങളുണ്ട്, ഒന്നിച്ചങ്ങ് കല്യാണം കഴിപ്പിക്കും. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ 2 മാസമായിരിക്കും, 2 വയസ്സായിരിക്കും. അവർ മടിയിലിരുത്തി തന്നെ ആ ക്രിയകളൊക്കെ അങ്ങ് നടത്തും. ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ അറിയാം കല്യാണത്തിന്റെ കാര്യത്തെ പറ്റി. ഞാനതവരെ പറഞ്ഞ് മനസ്സിലായി, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഒരു അന്യായമാണത്. അവർക്ക് എന്തോ അറിയാം കല്യാണത്തെ പറ്റി, ഒന്നും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അവരെ പഠിപ്പിക്കണം. അവരെ കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. അവർക്കൊരു ഭാവിയുണ്ട്. 18 വയസ്സിന് മുമ്പ് ഒരിക്കലും പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടരുത്. അവരുടെ അന്നേരം മാനസികവും ശാരീരികമായി അത് വളരത്തില്ല. ഒരു കുടുംബം പോറ്റാനുള്ള കഴിവ് ഇപ്പോഴും ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഇതൊക്കെ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസം കൂടി അവിടെ ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഗവൺമെന്റ് ഒത്തിരി സ്ട്രിക്റ്റ് ആയി, അങ്ങനെയുള്ളവർക്ക് ശിക്ഷ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത് മാറി. അങ്ങനെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങൾ അങ്ങനെ ഒന്നും കല്യാണം കഴിപ്പിക്കരുത്. അതുപോലെ തന്നെ ഒരു ആചാരമായിരുന്നു മൂടുപട വിട്ടുകൊണ്ട് വരുന്നത്. ഈ സ്ത്രീകള് നമ്മുടെ ഈ മുഖത്തൂടെ മൂടി സാരിയുടെയോ മറ്റു തുണിയിട്ട് മൂടി നമ്മുടെ കഴുത്തിന് താഴെ വരെ അങ്ങ് മറയ്ക്കും. ഞങ്ങളുടെ ആശുപത്രിയിൽ അങ്ങനെ വരാറുണ്ട്. അതിന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല. അപ്പൊ അവര് വന്നു കഴിഞ്ഞാലും അങ്ങനെ പുരുഷന്മാരോട് സംസാരിക്കുക, അങ്ങനെ വളരെ നാണം കുടുങ്ങിയൊക്കെ നിന്നിട്ട് നമ്മുടെ അറബി വന്ന് പറയും, സിസ്റ്ററെ എനിക്ക് ഈ അസുഖ, നീ ഡോക്ടറോടൊന്ന് പറയാവോ, ഒന്ന് കാണിക്കാവോ എന്നൊക്കെ പറയും. ഞങ്ങൾ പറയും, നിങ്ങൾ പോയി കാണിയില്ലേ, നിന്റെ വീട്ടിലും സഹോദരനില്ലേ, നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഡോക്ടർ ആയിട്ട് അമ്മയെ എന്താ നിനക്ക് സംസാരിക്കാത്ത എന്താന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, എനിക്ക് നാണമാ, നീ ഒന്ന് വരാം. ഞങ്ങൾ പോവും, അവരുടെ കൂടെ പോവും. പക്ഷെ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾ പറ ഡോക്ടറോട് എന്തൊക്കെയാ അസുഖം എന്നൊക്കെ. അങ്ങനൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൊ നഴ്സിംഗ് കെയറിന്റെ കൂടെ ഇങ്ങനെ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ഇങ്ങനെയുള്ള അനാചാരങ്ങളെയൊക്കെ പറ്റിയൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കാനുള്ള ഒത്തിരി അവസരം ലഭിച്ചിട്ടുണ്ട്. ചേച്ചി അങ്ങനെ ഒത്തിരി പേഷ്യൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പേഷ്യന്റ് ഇതെല്ലാം അനുസരിക്കുന്ന ഒറ്റ പ്രാവശ്യം ഒന്നും പറഞ്ഞാൽ അവർ അനുസരിക്കുന്നത് നമ്മുടെ കടമ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അവർക്ക് അതിനുള്ള അറിവില്ല. നമ്മൾ പല പ്രാവശ്യം പറയുമ്പോൾ അവരും ചിന്തിക്കും, ആ സിസ്റ്റർ പറഞ്ഞ് ശരിയാണെന്നുള്ളത് അവരും ചിന്തിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും അവർ ചെയ്യത്തില്ല. എന്നാലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ഇനി ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി ബസ്സിൽ ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് കയറുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. അപ്പൊ അവരെ കണ്ടപ്പോൾ ഒരു അസുഖക്കാരി ഞാൻ തോന്നി. എനിക്കും അവരോടൊരു ദയ തോന്നി.
അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിനക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നില്ല, എന്താ പറ്റി, വയ്യാതെ എന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, എനിക്ക് പനിയാ, സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എത്ര ദിവസമായി? ഒരാഴ്ചയായി. ഞാൻ ചോദിച്ചു, ഡോക്ടറെ കാണിച്ച് മരുന്ന് വല്ലതും എടുത്തോ? ഒന്നും എടുത്തില്ല. അപ്പോൾ അവരുടെ സ്ഥിതി കണ്ടപ്പോഴേ എനിക്കങ്ങൊരു വിഷമം തോന്നി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, ഇവിടുത്തെ നഴ്സാണ്, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് മരുന്ന് മേടിച്ചു തരാം, അതുപോലെ നിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി. സൂചി കുത്തി എനിക്ക് വേദന എടുക്കും, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, സൂചി കുത്തിയോണ്ട് അധികം വേദന എടുക്കത്തില്ല, നീ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നില്ല, അപ്പൊ ഒരു മുള്ളു കൊണ്ടാൽ എന്തോ വേദന എടുക്കും, അത്രയ്ക്കേ വേദന വരത്തുള്ളൂ. അത് തന്നെയല്ല, നിന്റെ ജീവനും അതിൽ നിന്ന് ജീവൻ അപകടത്തിലാകത്തില്ല, നമുക്കറിയാം എന്തുകൊണ്ടാണ് പനി ഉണ്ടാകുന്നതെന്ന് എന്ന് പറഞ്ഞ് ഞാൻ അവരെ നിർബന്ധിച്ചപ്പം അവര് എൻ്റെ കൂടെ വന്നില്ല. എനിക്ക് തോന്നുന്നു അതെന്നെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ അവരെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ എൻ്റെ പാർട്ടി അനുസരിച്ച് അവർ കയറി. ഞാൻ അവർക്ക് ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്തു, അതുപോലെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുത്തു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവർക്ക് മലേറിയ ആ സമയത്ത് ഒത്തിരി മലേറിയ ഉള്ള സമയമായിരുന്നു. മലേറിയ കേസ് ഉള്ള സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് അവര് പിന്നെ രണ്ടാമത് തിരക്കാനോ അതെന്തുവാന്ന് ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഒന്നും എടുക്കാനൊന്നും അവര് വന്നില്ല. പിന്നെ സ്റ്റാഫ് അവരുടെ വീട്ടിൽ കൊണ്ടും മരുന്ന് കൊടുത്ത് അവരെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യുകയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് അവരെ ടെസ്റ്റ് ചെയ്ത് അവർക്ക് ആ മരുന്ന് കൊടുത്ത് അവർക്ക് പ്രയോജനമില്ല. അതൊരു വളരെ ദൈവ അനുഗ്രഹമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ കൊണ്ട് ദൈവം അത് ചെയ്യിച്ച, അല്ലെങ്കിൽ എനിക്കറിയാമല്ലോ അത് ബ്രെയിൻ എഫക്റ്റ് ആയി അത് അവരുടെ ജീവൻ അപകടത്തിൽ തന്നെ ആകാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിൽ വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ലൈനി, എനിക്ക് ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഡ്യൂട്ടി സമയത്ത് ഒരു സ്ത്രീ എൻ്റെ ഇടയിൽ വന്ന് അബോർഷൻ ചെയ്യിക്കാനായിട്ട് വന്നതാണ്. അവരെന്നോട് ഇതുപോലെ സംസാരിച്ചു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, മൂന്നാമത്തേത് 2 മാസം പ്രഗ്നന്റ് ആണ്. അബോർഷൻ ചെയ്യിക്കാനുള്ളത്. ഞാൻ അപ്പം ചോദിച്ചു, എന്തിനാ അബോർഷൻ ചെയ്യിക്കുന്നത്? 2 കുഞ്ഞുങ്ങളല്ല ഉള്ളു, എന്തിനാ ചെയ്യിക്കുന്നത്? അന്നേരം പറഞ്ഞു, പെൺകുഞ്ഞായാലും എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു, പെണ്ണായാലും ഒരു അമ്മയ്ക്ക് പെണ്ണും ആണോട്ട് എന്തോ വ്യത്യാസം, രണ്ടും ഒരുപോലെയല്ല ഉള്ളു. ഞാൻ അന്നേരം പറഞ്ഞു, അതൊന്നും അല്ല, നിനക്കറിയത്തില്ല, പെൺകുഞ്ഞുങ്ങള് കൊണ്ട് നമുക്ക് എന്തോ പ്രയോജനം, നമുക്ക് വയസ്സാം കാലത്ത് നോക്കണേ ആൺകുഞ്ഞുങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് നിന്റെ തെറ്റിദ്ധാരണ, ഒരിക്കലും അങ്ങനെ വിചാരിക്കല്ലേ. ആണും പെണ്ണും രണ്ടും ഒരുപോലെ ഉള്ളൂ. അവരെ നീ അതുപോലെ സ്നേഹിച്ച് വളർത്തി അതുപോലെ ആക്കിയാൽ 2 പേരും മാതാപിതാക്കളെ നോക്കും. അത് തന്നെയല്ല, ആണ് നോക്കുമെന്നൊരു ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് നീ ആണിനെ വിചാരിച്ചാണ് നിന്റെ ഈ ഒരു കുഞ്ഞിന്റെ ജീവൻ നീ നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അത് സിസ്റ്ററെ 2 മാസമല്ലേ ഉള്ളൂ, അതിനെവിടാ ജീവന് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 2 മാസമുള്ള ഒരു കുഞ്ഞ് 9 മാസമാകുമ്പോ എങ്ങനെ ഒരു കുഞ്ഞായിട്ട് വളർന്നു വരുന്നത്? ജീവനില്ലെങ്കിൽ, ജീവനില്ലാത്ത ഒരു സാധനം വളരത്തില്ലല്ലോ, അത് നിനക്കും അറിയാമല്ലോ. അപ്പൊ അതിനും ജീവനുണ്ട്. 2 മാസമായാലും 2 വയസ്സായാലും ജീവൻ എല്ലാത്തിനും ഉണ്ട്, എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് നീ ഇതിനെ നശിപ്പിക്കണ്ട, ഇത് വളരട്ടെ, ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പം വയസ്സാം കാലത്ത് നിന്നെ നോക്കാനുള്ളത് എന്ന് ഞാനത് പറഞ്ഞു മനസ്സിലാക്കി. കുറച്ചു നേരം അവര് മിണ്ടാതിരുന്ന് എല്ലാം കേട്ടിട്ട് മനസ്സില്ലാ മനസ്സോടെ എൻ്റെ മുമ്പിൽ നിന്ന് പോയി. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെയും കൂടെ അവർ എൻ്റെ അടുത്ത് വന്ന് വാക്സിനേഷൻ ചെയ്യിക്കാനായിട്ട് വന്നതാണ്. വന്ന് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ നിനക്ക് എന്നെ അറിയാവോ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല, നീ പരിചയപ്പെടുത്ത, പല പേഷ്യൻ്റല്ലേ ഇവിടെ ഡെയിലി വരുന്നത് എന്ന് പറഞ്ഞു. അന്നേരം ആ കുഞ്ഞിനെ എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ കണ്ട, ഞാൻ അന്ന് ഇവിടെ അബോർഷൻ ചെയ്യിക്കാനായിട്ട് വന്നതാണ്, അത് നീ അന്ന് സമ്മതിച്ചില്ല, ആ കുഞ്ഞാ ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട്, അന്ന് ഞാൻ ചെയ്യിക്കണമായിരുന്നു ചെയ്യിക്കണ്ടായിരുന്നു, എങ്ങനെ തോന്നുന്നുണ്ട്? ആ സിസ്റ്ററെ വളരെ നല്ലതായി പോയി, നീ അന്ന് ചെയ്യിക്കാതെ എന്നെ പറഞ്ഞു അത് മനസ്സിലാക്കി. ചേച്ചിയിലൂടെ പരിശുദ്ധാത്മാവ് ചേച്ചിയിലൂടെ കുഞ്ഞിലൂടെ തീർച്ചയായിട്ടും ഇനി അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണെന്ന് ഞാനും മനസ്സിലാക്കുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്നിലൂടെ വഴി ഒരുക്കിയതാണ്. ഞാൻ ആ കുഞ്ഞിനെ പിന്നെ വാക്സിൻ കുത്തി. അതിനോട് ഞാൻ അവരോട് പറഞ്ഞു, അന്ന് ശൈശവമൊക്കെ ഉള്ള സമയമാണല്ലോ, ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ നേരത്തെ നീ കല്യാണം കഴിപ്പിക്കരുത്, ഈ കുഞ്ഞിനെ നീ നല്ലപോലെ പഠിപ്പിച്ച് ഇത് കുഞ്ഞിന് നല്ലൊരു ഭാവിയുണ്ട്, വയസ്സാം കാലത്ത് നിന്നെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ പേഷ്യന്റ് പോയത്. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവേ, ഞാൻ എൻ്റെ വാക്ക് അവര് കേട്ടല്ലോ, അവര് അതിനൂടെ എനിക്കൊരു ജീവൻ ചേച്ചിക്ക് രക്ഷപ്പെടുത്താൻ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഒരു സംസാരത്തിലൂടെ അങ്ങനെ രക്ഷപ്പെടുത്താൻ ചേച്ചിക്ക് കഴിഞ്ഞു. ചേട്ടന്റെ കുടുംബത്തിന്റെയും ദൈവവിശ്വാസത്തെ പറ്റി ഒന്ന് പറയാമോ? അത് പറഞ്ഞാൽ ഈ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണയും കൃപയും എന്ന് മാത്രമാണ്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിശ്വാസം ചെയ്തു ഞങ്ങൾ മക്കളിലേക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും ഞങ്ങൾ മനസ്സിലാക്കിയത് ആ നാട്ടിൽ പോകുന്ന കാര്യങ്ങളിൽ 2-3 ധ്യാനങ്ങളിൽ കൂടി അതുകൂടി ഞങ്ങൾ പരിപൂർണമായ ഒരു ചേഞ്ചസ് വന്നു. ആ ചേഞ്ചസിലൂടെ ഞങ്ങളെ
ഒരുപാട് ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ ദൈവകൃപയാൽ ഇതുവരെ വീണ്ടും തുടങ്ങാൻ ഞങ്ങളെ ദൈവം അനുവദിച്ചില്ല. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലുമെല്ലാം കൂടുതൽ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടി ചെയ്യാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളിവിടെ വന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് അടുത്തെങ്കിലും പള്ളിയില്ലായിരുന്നു, ഒരുപാട് ദൂരെയായിരുന്നു. സ്വന്തമായി വാഹന സൗകര്യങ്ങളൊന്നുമില്ല. 2 വണ്ടി കയറി പള്ളിയിൽ പോകണം. എന്നിരുന്നാൽ തന്നെയും മക്കളെ രാവിലെ തന്നെ ഉണർത്തി അവരെ തയ്യാറാക്കി പള്ളിയിൽ കൊണ്ടുപോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിക്കുക, അവരെ വേദപാഠത്തിന് ഇരുത്തുക. അതുപോലെ തന്നെ മറ്റ് വിശ്വാസ സംബന്ധമായ എല്ലാ പ്രോഗ്രാമിലും അവരെയും പങ്കെടുപ്പിക്കും, ഞങ്ങളും പങ്കെടുക്കും. അങ്ങനെ മക്കളിലും ആ വിശ്വാസ ജീവിതം തുടർന്നുകൊണ്ട് പോകും. അതുപോലെ തന്നെ എന്നും വൈകിട്ട് ഒന്നിച്ച് നിന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലണമെന്ന് നിർബന്ധമാണ്. ആ കുടുംബ പ്രാർത്ഥനകളും പാട്ടും ബൈബിൾ വായനയും അതുപോലെ തന്നെ ബൈബിളിനെ പറ്റിയും ദൈവസ്നേഹത്തെ പറ്റിയും മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ജയ്പൂർ രൂപതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കരിസ്മാറ്റിക് മൂവ്മെന്റ് ഗ്രൂപ്പിലും ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു. അതിലൂടെ ധ്യാനങ്ങളും നൈറ്റ് വീലുകളും മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റ് ഭവന സന്ദർശനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. മോനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവന് കീബോർഡ് വായിക്കാനും പാടാനുമുള്ള ഒരു കൃപ ദൈവം നൽകിയിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ പള്ളികളിലും മറ്റുള്ള പള്ളികളിലും ധ്യാനങ്ങളിലും രൂപതാടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമിലെല്ലാം അവൻ സജീവമായി പാടുകയും ദൈവ ഗാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജോഷുവ 24:15 പറയുന്ന പോലെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ചേച്ചി ഒത്തിരി ദൂരെ ആയിരുന്നല്ലോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് വീട്ടിലെ പണികളും കുടുംബജീവിതമായി മുന്നോട്ട് പോകാൻ പറ്റിയത്? ഹാലായിനി അതൊരു ശരിയാണ്. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നി, ഇതൊക്കെ എങ്ങനെ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത്. ഇതെല്ലാം ദൈവത്തിന്റെ സ്നേഹവും കരുണയൊന്നും കൊണ്ട് മാത്രമാണ്. അത് 1-ാം സ്ഥാനം ദൈവത്തിന്, 2-ാമത്തെ സ്ഥാനം എൻ്റെ ജീവിത പങ്കാളിക്ക്. എല്ലാ ജോലിയിലും ചേട്ടൻ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. അത് ശരിയല്ല, ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒന്നിച്ച് ഹെൽപ്പ് ചെയ്യുകയും മക്കളെ തയ്യാറാക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മക്കളെ ടൈംലി സ്കൂളിൽ വിടാനും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞങ്ങൾ രണ്ടുപേരും തയ്യാറായ സമയത്തിന് തന്നെ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയായിരുന്നു. 2 മണിക്കൂർ എനിക്ക് യാത്രയ്ക്ക് തന്നെ എടുക്കും ഒരു സൈഡിലേക്ക്. ചിലപ്പോൾ 4 വണ്ടി ചേഞ്ച് ചെയ്താണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അത് ലേനി ഞാൻ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവം എന്നെ ഒരു അനുഗ്രഹിച്ച ഒരു കാര്യം എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തയ്യാറായി ഒരു ദിവസം ഞാൻ അതുപോലെ ഡ്യൂട്ടിക്ക് പോയപ്പം ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം എനിക്ക് പോകേണ്ട ബസ് അങ്ങ് പോയി. ഞാൻ ഒത്തിരി വിഷമിച്ചു. അതങ്ങനെ ബസ് കറക്റ്റ് ടൈമിന് വരുന്ന വണ്ടി, അത് പോകാൻ വഴിയില്ല. ഞാൻ 2 മിനിറ്റ് മുമ്പേ ബസ് സ്റ്റാൻഡിൽ ചെന്നു. പിന്നെ അതെന്തോ പറ്റി ബസ് പോകാമെന്ന് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി അടുത്ത വണ്ടി വന്ന് കയറിപ്പോകുമ്പോൾ ഒത്തിരി ലേറ്റ് ആവുമല്ലോ എന്നൊക്കെ ഒത്തിരി വിഷമിച്ച് അത് കഴിഞ്ഞ് അടുത്ത വണ്ടി വന്നു കഴിഞ്ഞ് ഞാൻ കയറിപ്പോയി. ഞാൻ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആദ്യമേ പോയ വണ്ടി ആക്സിഡൻ്റായി റോഡിൽ കിടക്കുന്നു. എൻ്റെ കൂടെ ഡെയിലി ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന പല സ്റ്റാഫുകൾ വന്ന് ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം ആക്സിഡന്റ് തന്നെ വിടിവെച്ചതാണ്, അല്ലെങ്കിൽ ആ ബസ് മിസ്സാകാൻ ഒരു വഴിയുമില്ല. ഞാനും ആ ബസ്സിലുണ്ടായിരുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നേനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറച്ചിലായിരുന്നേനെ എന്തുവേണം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി ദൈവത്തെ അന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ജെറമിയ 31:3 വചനം പറയുന്നുണ്ടല്ലോ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ആ വാക്യം സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്ന് പ്രാവർത്തികമാണ്. എൻ്റെ ദൈവം ഇത്രയും എനിക്ക് സ്നേഹിക്കുന്നെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. ഞാൻ അതുകൊണ്ട് കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തില്ലേ. ജോമോനെ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതും കൊയർ ലീഡ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയത്? എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ എന്നെ ദൈവവിശ്വാസത്തിലാണ് വളർത്തിയത്. അതുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണ എനിക്ക് കിട്ടി. ദൈവം എനിക്ക് നൽകിയ വലിയൊരു ദാനമാണ് സംഗീതം. അതുകൊണ്ട് ആ കഴിവ് ദൈവമഹത്വനായി തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി പാടുന്നു അല്ലേ? അതെ. ഒരു പാട്ട് പാടാമോ? ഗിറ്റാർ വെച്ച് പാടാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. എത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ.
എത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ യോഗ്യത നിന്നു നീ. എത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ യോഗ്യത നിന്നു. ഒത്തിരി നന്നായിട്ടുണ്ട് ജോമോനെ. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ചേച്ചിയുടെ അനുഭവങ്ങളൊന്ന് പറയാമോ? ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും ഒക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആത്മീകമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇപ്പൊ വിചാരിക്കായിരുന്നില്ല ഇനി കുറച്ച് നേരത്തെ തന്നെ നേഴ്സസ് മിനിസ്ട്രി ഇവിടെ വരേണ്ടതായിരുന്നു. അതെ ചേച്ചി, നമുക്ക് നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ കൂട്ടായ്മയെ അതെ. പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അതെ. കുടുംബജീവിതത്തിൽ ഈശോ നൽകിയ അനുഭവങ്ങളെ പറ്റി ഒന്ന് പറയാമോ ചേച്ചി? ഉണ്ടില്ല. ഇനി ഈ ഒക്ടോബർ മാസത്തില് എൻ്റെ കൊച്ചുമോള് പനിയായി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ചു കൊടുത്തു. എന്നിട്ട് കുറഞ്ഞില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ന്യൂമോണിയ ആണെന്ന്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ സ്റ്റാർട്ടാക്കി. എന്നിട്ടും കുഞ്ഞിന് അസുഖം കുറയുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും കുഞ്ഞിന്റെ നില വളരെയധികം ഗുരുതരമായിക്കൊണ്ടിരുന്നു. മരുന്നുകളൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. 104-105 ഡിഗ്രി പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്പഞ്ച് ചെയ്താണ് ശകലം പനി കുറച്ച്. അതും അരമണിക്കൂർ 1 മണിക്കൂർ. അത് കഴിയുമ്പോഴത്തെ കുഞ്ഞിന്റെ പിന്നെയും ടെമ്പറേച്ചർ കൂടുമായിരുന്നു. അങ്ങനെ ഡോക്ടർക്ക് തന്നെ പിടികിട്ടുന്നില്ല എന്തുവാണെന്നുള്ള ഇത്. അങ്ങനെ ഒരാഴ്ചയായി കുഞ്ഞിന്റെ കണ്ടീഷൻ വളരെ മോശമായി. ICUലായി, ഓക്സിജൻ സപ്പോർട്ടിലായി. 2 പ്രാവശ്യം ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടി വന്നു. 2 പ്രാവശ്യം സെൻട്രൽ ലൈൻ ഇടേണ്ടി വന്നു. അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ. അപ്പം പലരും അഭിപ്രായപ്പെട്ടു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഡോക്ടറുടെ മുമ്പിൽ പോകാമെന്ന്. പക്ഷെ ഞങ്ങൾ അതിനെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ഏറ്റവും വലിയ ഡോക്ടർ നമ്മുടെ അടുത്തുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങള് നഴ്സസ് മിനിസ്ട്രിയിലും അങ്ങനെ പലരോടും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അതിന്റെ ഫലമായി ഒരാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിനെ മരുന്നുകൾ എഫക്ട് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിന്റെ കണ്ടീഷൻ മെച്ചപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഒരാഴ്ചയോടെ പിന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രാർത്ഥിച്ചു ചേച്ചി. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞ് പരിപൂർണ സൗഖ്യമായി ഡിസ്ചാർജായി. ഇപ്പം 4 മാസമായി ആ ഒരു പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ആ മോളായിരുന്നല്ലോ ചേച്ചി. അത് തന്നെ ഈ കുഞ്ഞിന്റെ കാര്യം. യാക്കോബ് 5:15 വചനം ഇപ്രകാരം പറയുന്നു, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ആ വചനത്തിലൂടെ ഞങ്ങൾ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാനും വിശ്വസിക്കാനും സാധിച്ചു. വിശ്വസിച്ച് പ്രാർത്ഥിച്ച ദൈവം എല്ലാം നടത്തി തരും. തീർച്ചയായിട്ടും ഈശോയ്ക്ക് നന്ദി. ദൈവ കരുതൽ അനുഭവിച്ച് ജീവിക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. കുരിശിലെ ബലിയിൽ സ്വജീവൻ സമർപ്പിച്ച് നമുക്ക് മാതൃക നൽകിയ ക്രൂശിതനെ പോലെ വളർന്നു വരുന്ന മക്കളുടെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗ പ്രവർത്തികളും മാതൃക ആവട്ടെ. അങ്ങനെ വളർന്നു വരുന്ന തലമുറയുടെ ജീവിതം ക്രിസ്തു സാക്ഷ്യമായി തീരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.